ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് രാവിലെ തന്നെ മുന്തിരി പുഴുങ്ങാനിട്ടേക്കണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കണത്. അപ്പോൾ മറന്നു പോകും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ വേഗം തന്നെ ഫസ്റ്റ് അത് തന്നെ ചെയ്യണേണ് കേട്ടോ. അല്ലെങ്കിൽ മറന്നു പോകും. ചായയൊക്കെ കാച്ചി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നാസ്തൻ്റെ പരിപാടിക്ക് മുമ്പ് ഈ മുന്തിരി ഒന്ന് പുഴുങ്ങിടാൻ വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നല്ലതാണ് കേട്ടോ. ഇങ്ങനെ മുന്തിരി പുഴുങ്ങിയിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ പഞ്ചസാര കിട്ടാകുമ്പോൾ അടിച്ചു വെക്കണം നല്ലതാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേഗം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും നാസ്തക്ക് വെള്ളാപ്പമാണ് കേട്ടോ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേന്ന് ചെയ്ത് വെച്ചത്. അപ്പോൾ രാത്രി ഞാൻ നോക്കിയപ്പോൾ പൊന്തി പുറത്തേക്ക് വരാനായിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ രാത്രി തന്നെ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വെള്ളാപ്പം ആയതുകൊണ്ട് പിന്നെ പണിയൊക്കെ വേഗം കഴിയുമല്ലോ. ഇപ്പോൾ തലേന്ന് മറ്റേ ഇഡ്ഡലിക്കും വെള്ളാപ്പത്തിനൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ ഒരു സമാധാനമാണ്. പിറ്റേന്ന് ഇങ്ങനെ നമുക്ക് വേഗം തന്നെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്തുണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ വിചാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, മുട്ട ഉണ്ടല്ലോ, മുട്ട വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ട റോസ്റ്റും വെള്ളാപ്പമാണ് ഇന്ന്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ എടുത്ത് വെക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ മുട്ട കഴുകിയിട്ട് വേണം കേട്ടോ പുഴുങ്ങാനിടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട എപ്പോഴും കഴുകണം. അതിൻ്റെ എന്തോ പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പല അസുഖങ്ങളും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട റോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അത് വീഡിയോ എടുത്തില്ല, പിന്നീടാണ് അത് മറന്നു പോയത്. അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ കട്ടൻ ചായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കട്ടൻ ചായ മസ്റ്റാണല്ലോ. നമ്മൾ നാസ്തക്ക് എപ്പോഴും എന്തായാലും കട്ടൻ ചായ വേണം. പിന്നെ ഇവിടെ വെള്ളാപ്പം ഞാൻ ചുട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പൊന്തിയൊക്കെ വന്നതുകൊണ്ട് ചെറിയ ഊട്ടയും നല്ല സോഫ്റ്റ് വെള്ളാപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വെള്ളാപ്പം ഇങ്ങനെ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ തവി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാൻ വെച്ചാൽ ഒറ്റക്കൈ കൊണ്ട് മറ്റണില്ല, ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ട്. അപ്പോൾ ഞാൻ മൊബൈലൊക്കെ മാറ്റി വെള്ളാപ്പൊക്കെ അവിടെ ചുടണേണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അത് നാസ്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഇടയിൽ ഓടി വന്ന് ഞാൻ മോളുടെ സ്കൂളിലേക്ക് പോകണേ കേട്ടോ. അവളുടെ മിസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കറാട്ട ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കറാട്ട ക്ലാസ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനിക്കുമ്പോൾ അവർ എന്തോ സ്നാക്സൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിങ്ങനെ അവർ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. ഞാൻ അംഗൻവാടിയിൽ പോകണമായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഒപ്പിട്ടിട്ട് ഇനി അവിടെ തന്നെ നേരെ ഞാൻ നേഴ്സറിയിലേക്ക് ഓടണേണ്. അപ്പോൾ നേഴ്സറി ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ വർക്കിലേക്ക് കയറിയിരിക്കുന്നത്. കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങി. അപ്പോഴാണ് അറിയണ മെസ്സേജ് വന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എന്തോ പരിപാടി ഉണ്ട് കമാലക്കടയിൽ. മറ്റേ വാക്തോൺ പരിപാടി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വന്നില്ല, അതിനോട് ബന്ധിച്ചിട്ട് എന്തോ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകളെല്ലാവരും കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി പോണേണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കാത്തിക്കണേണ് കേട്ടോ. അപ്പോൾ അവളും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പിശല് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പിശല് ഞാൻ പോകണമെന്ന് നോക്കി അവിടെ നിൽക്കണേണ് എന്നെ നോക്കിയിട്ട്. അപ്പോൾ ഒത്തിരി പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബശ്രീയിൽ നിന്ന് ആൾക്കാരുണ്ട്, പിന്നെ നഴ്സറിയിലെ ടീച്ചർമാരും ഹെൽപ്പർമാരും എല്ലാവരും ഉണ്ട്. കണ്ടല്ലോ ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കേണ്ട ആൾക്കാർ. അപ്പോൾ കുടുംബശ്രീയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കമാലക്കടൻ്റെ അടുത്താണ്. ഞാൻ കണ്ടില്ലേ, അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ നിന്ന് അപ്പുറത്ത് നമ്മുടെ കടലാണ്. അവിടുന്ന് കുറച്ചുകൊണ്ട് പോയാൽ തന്നെ നമ്മുടെ ബീച്ച് എത്തൂട്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കണ്ട കയ്യും പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. നമ്മുടെ MLA വന്നിട്ടുണ്ട്, മാക്സി വന്നിട്ടുണ്ട്, പിന്നെ മേയർ വന്നിട്ടുണ്ട്, കളക്ടർ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കളക്ടർ കൊടി വീശി കഴിഞ്ഞാൽ അത് നമ്മൾ നടന്നു തുടങ്ങുള്ളൂ. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കളക്ടർ അവിടെ നിന്നിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള എല്ലാ റെഡിയും ചെയ്യണുണ്ട്. ആ നിൽക്കണുണ്ട്, ഫ്ലാഗും പിടിച്ചിരിക്കണുണ്ട് കളക്ടർ. അപ്പോൾ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്യണേണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവരൊക്കെ മറ്റേ മേയറൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കുടുംബശ്രീക്കാരും ഓരോ പ്രവർത്തകന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കുടുംബശ്രീയിലെ ചെയർമാൻമാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ചെയർപേഴ്സൺമാരൊക്കെയാണ്, ചെയർമാനല്ല കേട്ടോ, സോറി കേട്ടോ, ചെയർപേഴ്സണാണ്. അപ്പോൾ കൊടി വീശിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ അടുത്ത് പതിയെ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മറ്റേ കമാലക്കാട് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നേരെ പോണത് വെള്ളി ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസിനൊക്കെ വലിയ ട്രീ ഒരുക്കൂലേ, ഫോർട്ട് കൊച്ചിയിൽ ട്രീ ഒരുക്കണുണ്ടല്ലോ, അവിടെയാണ് വെള്ളി ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങളത് പതിയെ നടക്കണം. അപ്പോൾ നടക്കണോടത്തൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി നിൽപ്പുണ്ട്, കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണുണ്ട്, നമ്മളെ സ്വീകരിക്കണമെന്ന് തോന്നണം. അപ്പോൾ ഏതായാലും ഇനി വെള്ളിയാഴ്ച മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് വെള്ളിയിൽ. അപ്പോൾ അപ്പോഴും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലൊക്കെ ഒരുവിധം വേനെടുത്ത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ പോലീസ് അപ്പോൾ 5 മണിക്കെന്ന് പറഞ്ഞിട്ട് 5:30 നമ്മൾ നടന്നെത്തിയപ്പോൾ ഇപ്പം തന്നെ നേരം സന്ധ്യ ആവാനായി. അപ്പോൾ ഒരുവിധം നമ്മൾ എത്താനായിട്ടാണ്. കാലൊക്കെ നല്ല വേദന ഉണ്ട്. ഞാനൊക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയൊരു വീഡിയോസൊക്കെ എടുക്കണേണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവിടെ വെള്ളം ഉണ്ടാവുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളി ഗ്രൗണ്ടിൽ എത്തിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരുക്കങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. 8-ാം തീയതിക്കുള്ള ഒരുക്കങ്ങളാണ്. 8-ാം തീയതി മുഖ്യമന്ത്രി വരുമല്ലോ. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവൾ ചെയ്തിരിക്കണേണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളിയാഴ്ച 2 മണിക്കും ഇവിടെ വരണം.
എല്ലാ സ്ഥലത്തു നിന്നും, അതായത് അംഗൻവാടിയിൽ നിന്നായാലും കുടുംബശ്രീയിൽ നിന്നായാലും സ്കൂളിലെ ടീച്ചേഴ്സ്മാരായാലും എല്ലാവരും വന്നോന്നാണ് ഇവിടെ പറഞ്ഞേക്കണത്. അപ്പോൾ എല്ലാവരും ദേ ഇവിടെ ഓരോരുത്തർ പതിയെ പതിയെ നടന്ന് എത്തണുള്ളൂ, കാരണം അത്രയും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദേ എത്തിക്കഴിഞ്ഞതിന് അവരവിടെ പ്രസംഗിക്കണുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതേ വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോണേണ്. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള MLA, തഹസിൽദാർ ഉൾപ്പെടെയുള്ള ADSൻ്റെ എല്ലാ ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ആവേശത്തോടു കൂടി ഈ വാക്കത്തോൺ വളരെ നല്ല ഭംഗിയായി തന്നെ നടത്താൻ നമുക്കെല്ലാവർക്കും സാധിച്ചു. ഇനിയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ 8-ാം തീയതി നവകേരള സദസ്സിലും നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കത്തോണിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ അവർ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം എന്തേ നമുക്ക് ഫ്രൂട്ടി ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതേ ഒരെണ്ണം ഇഷലിനും വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇതേ ഇവിടെ ചെറിയ പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്തോളാൻ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചെറിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ പോന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അത്രയും നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ അത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.